ലാലേട്ടൻ എപ്പിസോഡ് കഴിയുമ്പോൾ എല്ലാ ആഴ്ചയിലും അനുമോള് ഒന്നും കൂടെ എന്താ പറയാ, ഇനി ഈ ആഴ്ച ഇങ്ങനെ ആയിരിക്കണം എന്ന് പ്ലാൻ ചെയ്യും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ തന്നെ ലൈവില് ശരിക്കും അനുമോള് അക്ബറിനോടും ആര്യനോടും സോറി പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, ആദിലയും നൂറയും പറഞ്ഞിരുന്നു, അനുമോളെ നിനക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്താൽ എന്താണ്, അതിന്റെ പേര് നീ എന്താണ് ആ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സോറി എന്നൊന്നും പറയാൻ നിനക്ക് എന്താ പറ്റാത്തേ എന്ന് പലപ്പോഴും ആദിലയും നൂറയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ എപ്പിസോഡൊക്കെ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞിരുന്നു, അനുമോള് തെറ്റ് ഏറ്റു പറയേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. അക്ബറിനെ പറഞ്ഞത് അതൊക്കെ അനുമോളുടെ ഭാഗത്തെ തെറ്റ് തന്നെയാണ്. പിന്നെ അടുത്തൊരു കാര്യം, നെവിന്റെ കാര്യം നോക്ക്, നമ്മൾ കണ്ട ആ ഒരു വ്യൂവിലല്ല അവിടെ ആരും തന്നെ കണ്ടത്. ഇപ്പൊ ലാലേട്ടനാണെങ്കിലും നെവിനോട് അത് ചോദിച്ചത് വളരെ സില്ലി, ഭയങ്കര കോമഡി ആയിട്ടാണ്. ഈവൻ എനിക്ക് ലാലേട്ടൻ ആ ഒരു അനുമോളുടെ കാലിൽ നിന്ന് പാവ എടുത്ത ആ ഒരു സീൻ ഉണ്ടല്ലോ, അത് തമാശയാക്കിയത് എനിക്കും അങ്ങനെ അത് മോശമായിപ്പോയി എന്നൊരു തോന്നലുണ്ട്. എങ്കിലും ബാക്കിയെല്ലാം അവരത് കൺസിഡർ ചെയ്തത്. ഇപ്പൊ അനീഷിനെ 5 വട്ടമാണ് അനീഷ് ജയിലിൽ പോയത്, അതുപോലും അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് അതിനെ ഫണ്ണാക്കുകയാണ് ചെയ്തത്. അൾട്ടിമേറ്റ്ലി ഈ ഒരു ബിഗ് ബോസ് ഹൗസിനെ ബിഗ് ബോസ് ഹൗസ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ് സത്യത്തിൽ ലാലേട്ടനും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്രൂ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പേരിൽ ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അക്ബറിനെയും ആര്യനെയും ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഷോ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ആൾക്കാരെ ഇത്രയും വട്ടമറാക്കേണ്ട കാര്യമോ ഇല്ലല്ലോ. എനിക്ക് അതിനോട് ആ പറയുന്നതിനോടൊന്നുള്ള യോജിപ്പൊന്നും എനിക്ക് ഒട്ടുമില്ല. അക്ബറും ആര്യനും ഒരുവിധം ഇപ്പൊ നമ്മളൊരു വ്യക്തിയായിട്ട് നമ്മളൊരു മത്സരം കളിക്കുമ്പോൾ ആ മത്സരത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വേണം, എന്നാൽ ന്യായീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുന്ന ഒരു പ്രശ്നം കൂടെ ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് പ്രേക്ഷകരുടെ ഇടയിലും കുറച്ചധികം ആ ഒരു പോപ്പുലാരിറ്റിയിലേക്ക് എത്തത്തുള്ളൂ. അതായത് ഇപ്പോൾ അനുമോളെ സംബന്ധിച്ചിടത്തോളം മെനഞ്ഞാന്നത്തെ എപ്പിസോഡിനകത്ത്, അതായത് ആദ്യത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡിനകത്ത് അനുമോളെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഈവൻ കരച്ചിൽ കാർഡ് എടുക്കുന്നത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ആ ഒരു മറ്റേ ടാസ്ക് പോലെ കൊടുത്തപ്പോഴും അനുമോളുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ അത് എല്ലാവർക്കും ഒരു ഫണ്ണായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര പോപ്പുലാരിറ്റി അനുമോൾക്ക്, അത് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ PR-ന്റെ ഒരു വർക്ക് കൊണ്ടുള്ള റീച്ച് തന്നെയാണ്, അനുമോളുടെ PR തന്നെയാണ്. 16 ലക്ഷത്തിൻ്റെ ആണെന്നൊന്നും ഞാനും പറയുന്നില്ല, പക്ഷെ അനുമോളിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു PR ഉണ്ട്. ആ PR കൊണ്ട്, അതുകൊണ്ടാണ് മെനഞ്ഞാന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നത്, ഈ ഒരു PR മാത്രം കൊണ്ട് ഒരാളെ നിങ്ങൾ ജയിപ്പിക്കരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ അനുമോള് ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് PR-ന്റെ ഒരു ഹോൾഡാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് എത്ര പേർക്ക് അത് വിഷമം ഉണ്ടാക്കും എന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും അനുമോളിന്റെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ്സ് ഒക്കെ തന്നെയായിരിക്കും. പക്ഷെ എങ്കിലും ഞാൻ സീരിയസ്ലി പറയുകയാണ്, അത്രയും ഓവർ ഹൈപ്പ് PR എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നതിന്റെ ക്രെഡിബിലിറ്റിയെ നഷ്ടപ്പെടും. പിന്നെ ഈ പറഞ്ഞ അക്ബർ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അക്ബറിന് PR ഉണ്ട്, ആര്യന് PR ഉണ്ട്, അവരുടെയൊക്കെ ക്ലിപ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഒരു മീഡിയയ്ക്ക് PR കൊടുക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഈ അക്ബറും ആര്യനും ഒക്കെ. അക്ബറിനും ഒക്കെ അങ്ങനെയുള്ള പ്രൊഫഷണൽ മീഡിയയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ എങ്കിൽ കൂടിയും എനിക്ക് എൻ്റെ ഒരു കൺസിഡറേഷനിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് കുറച്ചും കൂടെ നീതീകരിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണം. ഇപ്പോ അനുമോള് ലാസ്റ്റ് ഈ ഒരു കുറച്ച് വീക്കായിട്ട് ഭയങ്കര നെഗറ്റീവ് ആകുന്നുണ്ട്, അത് വിസിബിൾ ആണ്. പക്ഷെ എങ്കിലും ലാലേട്ടൻ അത് കഴിഞ്ഞ 2 എപ്പിസോഡിലും വലുതായിട്ടൊന്നും സത്യത്തെ തട്ടി ചോദിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ട് ഉള്ള 20-25 ദിവസത്തിനകത്തുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഇനി നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് ആര്യനോട് അനുമോള് മിണ്ടിയതെന്ന് ആര്യൻ പറയുന്നുണ്ടായിരുന്നു, അക്ബറിനോട് സോറി എന്ന് പറഞ്ഞിടാ എന്ന് അക്ബർ പറയുന്നുണ്ടായിരുന്നു. സോ ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് നമുക്ക് ഇന്ന് മുതൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ 2 എപ്പിസോഡും ലാലേട്ടൻ്റെ എപ്പിസോഡും ആരെയും ഒരുപാട് കുത്തി പറഞ്ഞതായിട്ട് വേദനിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഓരോരുത്തരുടെ ഓരോ വ്യക്തിപരമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ജയിലിന്റെ കേസിൽ അനീഷിന് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ
കഴിഞ്ഞ ആഴ്ചയിൽ ഷാനവാസിനെ പറഞ്ഞത് കുറച്ച് ഓവറായി പോയി എന്ന് കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ലാലേട്ടൻ ഈ ആഴ്ചയിൽ വന്നപ്പോഴത്തേക്കും ഷാനവാസിന്റെ അടുത്ത് ഒന്ന് കൂളായിട്ടിരിക്കാൻ പറയുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ ഷാനവാസ് ഈ ഒരു ആഴ്ച നല്ലൊരു ഗ്രാഫിലേക്ക് വന്നു. കഴിഞ്ഞ ആഴ്ച കാണിച്ച പൊട്ടത്തരത്തിനൊക്കെ ഉള്ള ഒരു റിസൾട്ട് ഈ ഒരാഴ്ച ഷാനവാസ് കൊടുത്തു. പിന്നെ 5 വൈൽഡ് കാർഡ് പദ്ധതിയിൽ 4 പേരും എവിക്റ്റായി, സാബുമാൻ മാത്രമായി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒന്നും ചെയ്യാതിരുന്ന സാബുമാൻ വരെ അവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു, ഞാൻ തന്നെ 5 സ്റ്റാർ മാത്രം മതിയല്ലേ ബിഗ് ബോസ് ജയിക്കാൻ എന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി ആദില, നൂറ അവരൊക്കെ എന്ന് പറയുന്നത് അവരുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിഗ് ബോസ് ഹൗസിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കളിച്ച 2 പേരെന്ന് പറയുന്നത് ആദിലയും നൂറയും ആണ്. കാരണം അവർക്കുള്ള ഒരു ഫാൻസ് എന്ന് പറയുന്നത് ഈക്വലി ഡിവൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അവർ തന്നെ ഭയന്ന സംഭവമാണ്. അവർ സ്പ്ലിറ്റ് ആയപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ആകും എന്ന പേടി അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ, പിന്നെ അത് മാത്രമല്ല ഒരു ലെസ്ബിയൻ, അതും മുസ്ലിം ലെസ്ബിയൻ കപ്പിൾസ് എന്നുള്ള നിലയിൽ അവർക്ക് പുറത്ത് കുറച്ചധികം ഹെയ്റ്റ് ഉണ്ടാകാൻ സാധ്യത, ഒരു കമ്മ്യൂണിറ്റിയുടെ, അതായത് മുസ്ലിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെയ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ ലെസ്ബിയൻ എന്ന് പറയുന്നത് ഇപ്പം ഈവൻ ലാസ്റ്റ് ടൈം അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞ് അങ്ങനെയും കുറേ കാര്യങ്ങൾ ഇവരുടെ ഫോട്ടോസ് വെച്ച് തന്നെ ഞാൻ കുറേ വീഡിയോസ് ക്ലിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. സോ എന്നിട്ടും അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന PR എന്ന് പറയുന്നത് മാത്രം കൊണ്ട് ജയിക്കാൻ ബിഗ് ബോസ് ഹൗസിൽ കപ്പ് നേടാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു മൊമെന്റ് അതും കൂടിയാണ്. സോ ഇപ്പം അനുമോളുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അനുമോളുടെ വോട്ടേഴ്സിന്റെ സപ്പോർട്ട് എന്തായാലും ആദിലേക്കും നൂറയ്ക്കും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ ബുദ്ധി, അത് അവർ ക്ലെവറായിട്ട് കളിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും, ഇപ്പോൾ അക്ബർ ആണെങ്കിൽ, അക്ബർ എൻ്റെ ഒരു വ്യൂവിൽ എനിക്കിപ്പം ഈ ഒരു കഴിഞ്ഞ ആഴ്ച കൊണ്ട് അക്ബറിന്റെ ഗ്രാഫ് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഉയർന്നിട്ടുണ്ട് കേട്ടോ, സീരിയസ്ലി. അതുപോലെ തന്നെ നെവിനും ആര്യനും ഭയങ്കരമായിട്ടും അവരുടെ ഒരു ജെനുവിൻ ക്യാരക്ടർ, അത് ഇപ്പം ഇന്നലെയൊക്കെ ആണെങ്കിൽ നെവിൻ ലാലേട്ടനോട് സംസാരിക്കുന്ന പല കാര്യങ്ങളും ഒന്നും വളച്ചൊടിച്ച് മാറ്റി പറയാൻ നിൽക്കുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള നെവിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കത് ഇഷ്ടപ്പെട്ടു. ആര്യൻ്റെ ആ ഒരു ഫണ്ണായിട്ടുള്ള എലമെന്റ്, ആര്യൻ സത്യം പറഞ്ഞാൽ ജിസയിൽ പോയതിനു ശേഷം ആര്യൻ അടിപൊളിയായിട്ടാണ് ഗെയിം കളിക്കുന്നത്. സോ ആകെ മൊത്തത്തിൽ ഇനി ആകെ കൂടിയുള്ളത് 9 പേരാണ്. നമുക്ക് നോക്കാം ഇവരുടെ ആര് വാഴും ആര് വീഴും എന്നൊക്കെ ഉള്ളത്. സോ ഫൈനലി എന്തായാലും ഇനി ഒരു പുതിയ വീക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്കത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ പറയുക. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.